श्रीमते भक्तिवेदान्त स्वामिन्निति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे, निर्विशेष शून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद, श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं बलं शुकमुखात् अमृतद्रवसंयुतं, पिबता भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं, देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया, भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 32. ഫലേച്ഛാ കർമ്മങ്ങളിലെ ബന്ധനം. ശ്ലോകം 6 മുതൽ 10 വരെ വായിക്കാം. നിവൃത്തിധർമാ നിരത നിർമ്മമാ നിരഹംകൃതാ, സ്വധർമാഖ്യേന സത്വേന പരിശുദ്ധേന ചേതസാ, സൂര്യദ്വാരേണ തേ യാന്തി പുരുഷം വിശ്വതോ മുഖം, പരാവരേശം പ്രകൃതി അസ്യോത്പത്യന്തഭാവനം. ദ്വിപരാർദ്ധാവസാനേയ പ്രളയോ ബ്രഹ്മണസ്തു തേ, താവദധ്യാസദേ ലോകം പരസ്യ പരചിന്തകാഃ. ശ്മാംബോ അനലാനിലാമന ഇന്ദ്രിയാർത്ഥ ഭൂതാദിവി പരിവൃതം പ്രതിസഞ്ജിഹീർഷു, അവ്യാകൃതം വിശന്തി യർഹി ഗുണത്രയാത്മാ, കാലം പരാഖ്യമനുഭൂയ പരസ്വയംഭൂ. ഏവം പരേത്യ ഭഗവന്തമനുപ്രവിഷ്ട യേ യോഗിനോ ജിതമരുന്മനസോ വിരാഗ, തേനൈവ സാകം അമൃതം പുരുഷം പുരാണം, ബ്രഹ്മപ്രധാനമുപയാന്ത്യഗതാഭിമാന. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം പ്രഭുജി. ഹരേ കൃഷ്ണ. യെസ്, മണിഭൂഷിതം അതജി വായിച്ചോ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ, നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ, ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാത് അമൃതദ്രവസംയുതം, പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം, ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ, ഭഗവതേ ഉദ്യമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 3 അധ്യായം 32. ഫലേച്ഛ കർമ്മങ്ങളിലെ സങ്കീർണതകൾ. ശ്ലോകം 6. നിവർത്തി ധർമ്മനിരത നിർമ്മമാ നിരഹംകൃതഃ, സ്വധർമാഖ്യാന സത്യേന പരിശുദ്ധേന ചേതസാ,
വിവർത്തനം: ഒരു വ്യക്തി അവന്റെ തൊഴിൽപരമായ ധർമ്മങ്ങളും അതുപോലെ തന്നെ ഭൗതികമെന്ന് പറയപ്പെടുന്ന കർമ്മങ്ങളും വൈരാഗ്യത്തോടെയും ഉടമസ്ഥതാബോധം അഥവാ മിഥ്യാഹങ്കാരം ഇല്ലാതെയും പരിപൂർണ പരിശുദ്ധമായ അവബോധത്തോടെ നിർവഹിക്കുന്ന പക്ഷം അവൻ അവന്റെ വ്യവസ്ഥാപിത പദവിയിൽ അവരോധിക്കപ്പെടുകയും അപ്രകാരം അവന് ഭഗവത് രാജ്യത്തിലേക്ക് നിഷ്പ്രയാസം പ്രവേശിക്കാൻ കഴിയുകയും ചെയ്യും. ശ്ലോകം 7. സൂര്യദ്വാരേണ യേ യാന്തി പുരുഷം വിശ്വതോമുഖം പരാവരേശം പ്രകൃതിമസ്യോത്പത്യന്ത ഭാവനം. വിവർത്തനം: അത്തരത്തിൽ മോചിതരായിട്ടുള്ള വ്യക്തികൾ പ്രകാശത്തിന്റെ പാതയിലൂടെ ആധ്യാത്മികവും ഭൗതികവുമായ ലോകങ്ങളുടെയെല്ലാം ഉടമയും അവയുടെ സൃഷ്ടിയുടെയും സംഹാരത്തിന്റെയും കാരണവുമായ സമ്പൂർണ്ണ ദിവ്യോത്തമ പുരുഷൻ ഭഗവാനെ സമീപിക്കുന്നു. ശ്ലോകം 8. ദിവരാർത്ഥാവസാനേയഃ പ്രളയോ ബ്രഹ്മണസ്തുതേ താവദധ്യാസതേ ലോകം പരസ്യ പരചിന്തക. വിവർത്തനം: ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ ഹിരണ്യഗർഭ വിസ്തരണത്തിന്റെ ആരാധകർ 2 പാരാർത്ഥങ്ങൾക്കു ശേഷം ബ്രഹ്മദേവൻ മരിക്കുന്നതുവരെ ഈ ഭൗതിക ലോകത്തിൽ തുടരും. ശ്ലോകം 9. ക്ഷമാംഭോ യന്മന ഇന്ദ്രിയാർത്ഥഭൂതാദിഭിഃ പരിവൃതം പ്രതിസഞ്ജിഹീർഷുഃ അവ്യാകൃതം വിശദീയർഹി ഗുണത്രയാത്മകാലം പരാഖ്യമനുഭൂയ പരസ്വയംഭുഃ. വിവർത്തനം: ബ്രഹ്മദേവൻ വ്യാസയോഗ്യമായ 2 പരാർത്ഥകാലം ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അനുഭവിച്ചതിനു ശേഷം ഭൂമി, ജലം, വായു, അഗ്നി, സൂക്ഷ്മാകാശം, മനസ്സ്, അഹങ്കാരം എന്നിവയുടെ പാളികളാൽ ആവരണം ചെയ്യപ്പെട്ട ഭൗതിക ലോകം അടച്ച് പരമോന്നതനായ ഭഗവാനിലേക്ക് തിരികെ പോകുന്നു. ശ്ലോകം 10. ഏവം പരേത്യ ഭഗവന്തമനു പ്രവിഷ്ടയേ യോഗിനോജിതമരുന്മനസ്സോ വിരാഗഃ തേനൈവ സാഗാമമൃതം പുരുഷം പുരാണം ബ്രഹ്മ പ്രധാനമുപയാന്ത്യഗതാഭിമാനഃ. വിവർത്തനം: ശ്വസന നിയന്ത്രണ വ്യായാമത്തിലൂടെ ഭൗതിക ലോകത്തോട് വിരക്തിയും മനോനിയന്ത്രണവും നേടുന്ന യോഗികൾ വളരെ വളരെ വിദൂരതയിലുള്ള ബ്രഹ്മാവിന്റെ ഗ്രഹത്തിൽ എത്തിച്ചേരുന്നു. അവർ തങ്ങളുടെ ശരീരങ്ങൾ ഉപേക്ഷിച്ചതിനു ശേഷം ബ്രഹ്മാവിന്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നതിനാൽ ബ്രഹ്മാവ് സ്വതന്ത്രനായി പരമോന്നത ബ്രഹ്മമായ പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാന്റെ സവിധത്തിലേക്ക് പോകുമ്പോൾ അവർക്കും ഭഗവത് രാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു മണിഭൂഷിത മാതാജി. ഹരേ കൃഷ്ണ. ഇവിടെ കപില ഭഗവാൻ വ്യത്യസ്തമായിട്ടുള്ള ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന വ്യക്തികളുടെ ഗതികളെ കുറിച്ച് ഇവിടെ പറയുന്നു. പല വ്യക്തികളും പല ആരാധനകൾ ചെയ്യാറുണ്ട്. അവരുടെയൊക്കെ ഗതി എന്താണെന്ന് അവിടെ പറയുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, ഗൃഹസ്ഥന്മാരെ 2 വിഭാഗമാക്കിയിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗൃഹസ്ഥാശ്രമികളും ഗൃഹമേധികളും എന്ന് പറഞ്ഞു. അതിൽ ഗൃഹമേധികൾക്ക് ഒരിക്കലും ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹമില്ല. അതുകൊണ്ട് അവർ വീണ്ടും വീണ്ടും വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ ഈ ഭൗതിക ലോകത്തിൽ തന്നെ സ്വീകരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ദുരിതപൂർണമാണെങ്കിലും ആ ശരീരത്തിലെ സുഖമാണ് യഥാർത്ഥ സുഖം എന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും അവർ വ്യത്യസ്തമായിട്ടുള്ള ഭൗതിക ശരീരങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അവർ വേദങ്ങളിലെ ധാർമ്മിക മാർഗങ്ങളൊക്കെ പിന്തുടരുന്നുണ്ട്. ദാനം, യജ്ഞം, തപസ് ഇങ്ങനെയുള്ള ധാർമ്മിക മാർഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഭഗവാനെ ശരണം പ്രാപിക്കാത്തത് കൊണ്ട്, ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട് അവർ വ്യത്യസ്ത ലോകങ്ങളിലൂടെ സഞ്ചരിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് അവരുടെ ഗതി എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ വായിച്ച ശ്ലോകത്തിൽ ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുള്ള ഒരു ശുദ്ധ ചിത്തനായിട്ടുള്ള ഭഗവത് ഭക്തൻ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, എങ്ങോട്ടാണ് ആ വ്യക്തി പോകുന്നത് എന്ന് വിശദമാക്കുന്നുണ്ട്. നിവൃത്തിധർമ്മ നിരത നിർമ്മമാ നിരഹംകൃത
സ്വധർമാഖ്യേന സത്വേന പരിശുദ്ധേന ചേതസ. നിവൃത്തിധർമ്മം എന്ന് പറയുന്നത് മോക്ഷമാർഗമാണ്. പ്രവൃത്തിധർമ്മവും നിവൃത്തിധർമ്മം. ഗൃഹമേധികൾ ചെയ്യുന്നത് പ്രവൃത്തിധർമ്മമാണ്. അവർക്കൊരിക്കലും ഈ ഭൗതിക ലോകത്തിൽ നിന്ന് മോക്ഷം ലഭിക്കണമെന്ന് ആഗ്രഹമില്ല. അവർക്ക് ഇന്ദ്രിയ തൃപ്തിയിൽ മാത്രമാണ് താല്പര്യം. അതുകൊണ്ട് അവരുടെ മാർഗത്തിനെ പ്രവൃത്തിധർമ്മം എന്ന് പറയും. അത് എല്ലാ ജന്മത്തിലും ഈ ഭൗതിക ലോകത്തിൽ തന്നെ ബന്ധിക്കപ്പെടാനുള്ള ഒരു മാർഗമാണ് പ്രവൃത്തി മാർഗം എന്ന് പറയുന്നത്. നിവൃത്തി മാർഗം എന്ന് പറയുന്നത് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു മാർഗമാണ്. ആ നിവൃത്തി മാർഗത്തിലൂടെ ആരാണ് സഞ്ചരിക്കുന്നത്? ഭൗതിക ആഗ്രഹങ്ങൾ ഇല്ലാത്ത വ്യക്തികളാണ് ഈ നിവൃത്തി മാർഗത്തിൽ സഞ്ചരിക്കുന്നത്. നിർമ്മമ നിരഹംകൃത. നിവൃത്തിധർമ്മ നിരത നിർമ്മമ നിരഹംകൃത. നമ്മുടെ മിഥ്യയായിട്ടുള്ള അഹങ്കാരം, മിഥ്യയായിട്ടുള്ള ഉടമസ്ഥതാബോധം, ഇത് രണ്ടും ഇല്ലാതായാൽ മാത്രമേ നമ്മൾക്ക് നിവൃത്തി മാർഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കൂ. ഇപ്പൊ ഭൗതിക ലോകത്തിലുള്ളവർക്ക് എല്ലാവർക്കും ഇവിടെ ഉടമസ്ഥനാകണം എന്ന് താല്പര്യമുണ്ട്. ഞാൻ ഈ വീടിന്റെ ഉടമസ്ഥൻ, ഞാൻ ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഉടമസ്ഥതാബോധം, ഞാൻ ഈ ഓഫീസിന്റെ അധികാരി എന്നൊക്കെ പറഞ്ഞ വ്യത്യസ്തമായിട്ടുള്ള ഉടമസ്ഥതാബോധത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പ്രവൃത്തി മാർഗത്തിൽ പ്രവർത്തിക്കുന്നത്. പക്ഷെ നിവൃത്തി മാർഗത്തിൽ ആ ഉടമസ്ഥത ബോധം ഉപേക്ഷിക്കുമെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് അത് ഉപേക്ഷിക്കുന്നത്? കൃത്രിമമായിട്ട് ഉപേക്ഷിക്കുകയല്ല, ആ ഉടമസ്ഥതാ ബോധം ഭഗവാനിലേക്ക് തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ കാണുന്ന എല്ലാ വസ്തുക്കളുടെയും ഉടമ, യഥാർത്ഥ ഉടമ ഭഗവാനാണെന്ന് ആ വ്യക്തിക്ക് ബോധമുണ്ടാകും. തന്റെ ശരീരം ഉൾപ്പെടെ തന്റെ ചുറ്റുപാടും കാണുന്ന എല്ലാ വസ്തുക്കളും ഭഗവാന്റേതാണ്. ഈശാവാസ്യം ഇതം സർവം. ഭഗവാനിൽ നിന്നാണ് ഈ ഊർജങ്ങളൊക്കെ വന്നിട്ടുള്ളത് എന്ന് ആ വ്യക്തിക്ക് കൃത്യമായിട്ടും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ ഉടമസ്ഥതാബോധം ഇല്ലാതെ ആ വ്യക്തിക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അതാണ് നിർമ്മമ എന്ന് പറയുന്നത്. നിർമ്മമ നിരഹംകൃത. നിരഹംകൃത എന്ന് പറയുന്നത് മിഥ്യാഹങ്കാരമില്ലാതെ. എന്താണ് മിഥ്യാഹങ്കാരം? ഞാൻ ഈ ശരീരമാണ് ഞാൻ, എനിക്ക് സ്വന്തമായിട്ട് പ്രവർത്തിക്കാനുള്ള ഊർജമുണ്ട്, ഞാൻ പ്രവർത്തിക്കും, എന്നിട്ട് ഞാൻ അതിന്റെ കർമ്മഫലങ്ങൾ നേടിയെടുക്കും. ഇതാണ് മിഥ്യാഹങ്കാരം. പക്ഷെ യഥാർത്ഥ അഹങ്കാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഭഗവാന്റെ അംശമാണ്, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ, ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാതെ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള യഥാർത്ഥ ബോധത്തിലേക്ക് ആ വ്യക്തിക്ക് വരാൻ സാധിക്കും. അപ്പോൾ മിഥ്യാഹങ്കാരത്തെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അഹങ്കാരം ഇല്ലാതാക്കുകയല്ല, അഹങ്കാരത്തിനെ യഥാർത്ഥ രീതിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സ് ശുദ്ധമാകുന്നു എന്ന് പറയും. സത്വേന പരിശുദ്ധേന ചേതസ. അങ്ങനെ ആ വ്യക്തി എല്ലാവിധ ധർമ്മങ്ങളും ചെയ്യുന്നു, ആ വ്യക്തിയുടെ ഡ്യൂട്ടി ചെയ്യുന്നു, ഡ്യൂട്ടി ഒഴിവാക്കുന്നില്ല. സ്വധർമാഖ്യേന സത്വേന. പക്ഷെ മിഥ്യാഹങ്കാരമില്ല. ഞാൻ ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുന്നു, ഞാൻ ഭഗവാന്റെ സേവകനാണ്, അതുകൊണ്ട് ഞാൻ പ്രവർത്തിക്കേണ്ടത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഭഗവാന് വേണ്ടിയിട്ടാണ്. ഞാൻ ഭഗവാന്റെ ഊർജമാണ്, ആ ഊർജം ഭഗവാന് വേണ്ടി ഞാൻ ചെലവഴിക്കണം എന്നുള്ള രീതിയിൽ ആ ഭക്തൻ പ്രവർത്തിച്ച അവസാനം മനസ്സ് ശുദ്ധമാവുന്ന അവസ്ഥയിൽ ആ വ്യക്തി തിരിച്ച് ഭഗവാന്റെ സന്നിധിയിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. ഇത് മറ്റൊരു മാർഗമാണ്. നിവൃത്തി മാർഗത്തിലൂടെ സഞ്ചരിച്ച് അവസാനം എത്തിച്ചേരുന്നത് ഭഗവാന്റെ അടുത്താണ്. അപ്പോൾ ഭഗവാന്റെ ഭക്തന്മാരാണ് യഥാർത്ഥത്തിൽ വളരെ ഈസി ആയിട്ട്, വളരെ ലളിതമായിട്ട് ഈ നിവൃത്തി മാർഗത്തിൽ സഞ്ചരിക്കുന്നത് എന്ന് പറയുന്നു. ഇനി അതിൽ തന്നെ ചില വ്യക്തികൾ, പരിശുദ്ധ ഭക്തന്മാർ നേരിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ചില ഭക്തന്മാർക്ക് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ കൂടി ഉണ്ടാകും. അങ്ങനെയുള്ളവർ ഉയർന്ന ലോകങ്ങളിലൂടെ സഞ്ചരിച്ച് അവസാനം ബ്രഹ്മാവിന്റെ ജീവിത അവസാന സമയത്ത് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ചില ആളുകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകും. ശുദ്ധഭക്തന്മാർ നേരിട്ട് ഭഗവാന്റെ അടുത്തേക്കും പോകുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും അവർക്ക് ഉയർന്നു തന്നെ പോകാം. അവർക്ക് ദുരിതപൂർണമായിട്ടുള്ള നരകീയ ലോകങ്ങളിലേക്ക് ഒരിക്കലും പോകേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ഭക്തിയിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ നരകത്തിന്റെ കവാടം പൂർണ്ണമായിട്ടും അടച്ചിരിക്കും. പിന്നെ അവർക്ക് നരകത്തിൽ പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഭഗവാനെ ആരാധിക്കാതെ
മറ്റ് ധർമ്മങ്ങളൊക്കെ ചെയ്ത് ഭഗവാനിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്തവർക്ക് നരകീയ ലോകങ്ങളിലൂടെ സഞ്ചരിക്കണം. വ്യത്യസ്തമായിട്ടുള്ള ജന്തുക്കളുടെ ശരീരങ്ങളും അവർക്ക് സ്വീകരിക്കേണ്ടി വരും. ഇങ്ങനെ 2 മാർഗങ്ങളാണ് ഉള്ളത് വേദങ്ങളിൽ പറയുന്നത്. ഒന്ന് ഇരുട്ടിന്റെ മാർഗം, ഒന്ന് വെളിച്ചത്തിന്റെ മാർഗം. ഭഗവാനെ അംഗീകരിച്ച് ഭഗവാനെ ശരണം പ്രാപിച്ച് പോകുന്നവരാണ് വെളിച്ചത്തിന്റെ മാർഗത്തിൽ പോകുന്നത് എന്ന് പറയും. മറ്റുള്ളവര് ഇരുട്ടിന്റെ മാർഗത്തിലാണ് സഞ്ചരിക്കുന്നത്. ഭഗവത്ഗീതയിലും ഈ 2 മാർഗത്തിനെ കുറിച്ച് 8ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 8ാമത്തെ അധ്യായത്തിൽ 26ാമത്തെ ശ്ലോകത്തിൽ ഈ 2 മാർഗത്തിനെ കുറിച്ച് വ്യക്തമായിട്ട് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. ശുക്ലകൃഷ്ണേ ഗതിഹേതേ ജഗത ശാശ്വതേ മതേ ഏകയാ യത്യനാവർത്തി അന്യയാവർത്തതേ പുനഃ. അവിടെ പറയുന്നത് ശുക്ല കൃഷ്ണഗതി എന്നാണ്. ശുക്ലഗതിയും കൃഷ്ണഗതിയും. ഒന്ന് വെളിച്ചത്തിന്റെ മാർഗം, ഒന്ന് ഇരുട്ടിന്റെ മാർഗം. ഒന്ന് ആവർത്തി ഉള്ളതാണ്, ഒന്ന് ആവർത്തി ഇല്ലാത്തതാണ്. ഇരുട്ടിന്റെ മാർഗത്തിലൂടെ പോയവർ അവസാനം ഏറ്റവും ഉയർന്ന ലോകത്തിൽ, അവർക്ക് എത്താൻ പറ്റാവുന്ന ഏറ്റവും ഉയർന്ന ലോകത്തിൽ, സ്വർഗീയ ഗ്രഹങ്ങളിൽ ചന്ദ്രലോകത്ത് എത്തിച്ചേർന്ന് അവിടെ നിന്നും പുണ്യം തീരുന്ന സമയത്ത് തിരിച്ചു ഭൂമിയിലേക്ക് വീണ്ടും വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങളിലൂടെ സഞ്ചരിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ വെളിച്ചത്തിന്റെ മാർഗത്തിലൂടെ പോകുന്നവർക്ക് തിരിച്ചു വരേണ്ട ആവശ്യമില്ല എന്ന് പറയും. അതാണ് നിവൃത്തി മാർഗം എന്ന് പറയും. അതിലൂടെ പോകാനാണ് യഥാർത്ഥത്തിൽ വേദങ്ങളൊക്കെ നിർദ്ദേശിക്കുന്നത്. തമസോമ ജ്യോതിർഗമ. തമസിന്റെ മാർഗത്തിലല്ല, ജ്യോതിഷിന്റെ മാർഗത്തിലാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. സൂര്യന്റെ മാർഗത്തിലാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്, ചന്ദ്രന്റെ മാർഗത്തിലല്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഭഗവാനെ ശരണം പ്രാപിച്ചവരാണ് ഈ വെളിച്ചത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നത്. അവർക്കൊരിക്കലും ദുരിതപൂർണമായിട്ടുള്ള താഴ്ന്ന തരം ശരീരങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് 6ാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ വ്യക്തമാക്കുന്നുണ്ട്. നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താതകച്ചിത്. ഭഗവാൻ അവിടെ കൺഫേം ചെയ്യുന്നുണ്ട്. ദുർഗതിയില്ല, അവർക്ക് ദുർഗതിയില്ല. കല്യാണകൃത് കശ്ചിത്, ഏറ്റവും മംഗളകരമായിട്ടുള്ള ഈ ഭക്തി മാർഗത്തിലേക്ക് വന്നവർക്ക് ഒരിക്കലും ദുർഗതിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അവർക്ക് അറ്റ്ലീസ്റ്റ് അടുത്ത ജന്മം മനുഷ്യജന്മം കിട്ടും എന്നുള്ളത് ഗ്യാരണ്ടീഡാണ്, അവർക്ക് ഭക്തി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ. അതാണ് വെളിച്ചത്തിന്റെ മാർഗം, അല്ലെങ്കിൽ പ്രവൃത്തി മാർഗം, അല്ലെങ്കിൽ ജ്യോതിസിന്റെ മാർഗം, അല്ലെങ്കിൽ ശുക്ലഗതി എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്. മറ്റേത് കൃഷ്ണഗതിയാണ്, അല്ലെങ്കിൽ ഇരുട്ടിന്റെ മാർഗമാണ്, തമസിന്റെ മാർഗമാണ്, പ്രവൃത്തി മാർഗമാണ്. പ്രവൃത്തി മാർഗത്തിൽ വീണ്ടും വീണ്ടും ഇവിടെ തന്നെ, ഈ ലോകത്തിൽ തന്നെ കറങ്ങേണ്ടി വരും. നിവൃത്തി മാർഗത്തിൽ സഞ്ചരിച്ചാൽ മാത്രമേ നമ്മൾക്ക് ഭൗതിക ലോകത്തിന്റെ പുറത്ത് കടക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയും. അതിനാണ് സൂര്യദ്വാരേണ എന്ന് 7ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. സൂര്യദ്വാരേണ തേയാന്തി പുരുഷം വിശദോമുഖം. പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ ആരാധിക്കുന്നവർ സൂര്യമാർഗത്തിലാണ്, ജ്യോതിസിന്റെ മാർഗത്തിലാണ്, വെളിച്ചത്തിന്റെ മാർഗത്തിലാണ് സഞ്ചരിക്കുന്നത്. അവർക്ക് അവസാനം പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ സമീപിക്കാൻ സാധിക്കുന്നു എന്ന് പറയും. പരാപരേശം പ്രകൃതി അസ്യോത്പത്യ അന്ത ഭാവനം. പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ അവർക്ക് സമീപിക്കാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാന്റെ ഭക്തന്മാർ തീർച്ചയായിട്ടും വെളിച്ചത്തിന്റെ മാർഗത്തിലാണ് സഞ്ചരിക്കുന്നത് എന്ന് പറയും. അതിൽ തന്നെ ശുദ്ധഭക്തന്മാർ നേരിട്ട് വൈകുണ്ഠ ലോകങ്ങളിലേക്ക് പോകുന്നു. ഭൗതിക ആഗ്രഹങ്ങളോടുകൂടി ഭക്തി ചെയ്യുന്നവർ ഉയർന്ന ഗ്രഹങ്ങളിലേക്ക് പോയി വീണ്ടും ഒന്നുകിൽ അവർക്ക് അടുത്ത ജന്മത്തിൽ ഭക്തന്മാരുടെ കുടുംബത്തിൽ ജനിച്ച് ഭക്തി ചെയ്ത് വീണ്ടും തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള അവസരമുണ്ടാകും. ഇനി മറ്റൊരു ചാൻസും പറയുന്നുണ്ട്. ബ്രഹ്മാവിനെ ആരാധിക്കുന്ന വ്യക്തികൾ ഭഗവാന്റെ ഭക്തന്മാരുമാണ്, പക്ഷെ അവർ ബ്രഹ്മോപാസന ചെയ്യുന്ന ആളുകളാണ്, ബ്രഹ്മാവിനെ ഉപാസിക്കുന്ന ആളുകളാണ്. അവർക്ക് ബ്രഹ്മലോകത്തിൽ പോയിട്ട് അവിടെ താമസിക്കാം എന്ന് പറയും. അവിടെ ഭക്തി തുടരുകയാണെങ്കിൽ, ബ്രഹ്മാവിനോടൊപ്പം ഭക്തിയുത സേവനത്തിൽ ബ്രഹ്മാവിനെ സഹായിക്കുകയാണെങ്കിൽ അവർക്ക് ബ്രഹ്മാവിന്റെ ജീവിതകാലം കഴിയുന്നത് വരെ ബ്രഹ്മലോകത്തിൽ താമസിക്കാം എന്ന് പറയുന്നു. അതാണ് അടുത്ത ശ്ലോകത്തിൽ, 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ദ്വിപരാർദ്ധാവസാനേയ പ്രളയോ ബ്രഹ്മണ സ്തുതേ താവതധ്യാസതേ ലോകം പരസ്യ പരചിന്തക. ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ ഹിരണ്യഗർഭ വിസ്തരണത്തിന്റെ ആരാധകർ
2 പരാർത്ഥങ്ങൾക്ക് ശേഷം ബ്രഹ്മദേവൻ മരിക്കുന്നത് വരെ ഈ ഭൗതിക ലോകത്തിൽ തുടരും എന്ന് പറയും. ബ്രഹ്മാവിനെ ആരാധിക്കുന്ന ആളുകൾ ബ്രഹ്മാവിന്റെ ലോകത്തെത്തി അവിടെ ബ്രഹ്മാവിനോടൊപ്പം ഭഗവത് സേവനത്തിൽ മുഴുകി ബ്രഹ്മാവിന്റെ ജീവിതാവസാന കാലം വരെ അവിടെ വെയിറ്റ് ചെയ്യണം. കാരണം അവർ നേരിട്ട് ഭഗവാനെ ആരാധിക്കാത്തത് കൊണ്ട്. അവിടെ പക്ഷെ ഭക്തിയുത സേവനങ്ങൾ തുടരുന്നത് കൊണ്ട് ബ്രഹ്മാവിനോടൊപ്പം ഇരിക്കാം. എത്ര കാലം ഇരിക്കണം എന്ന് പറയുന്നു? ദ്വിപരാർദ്ധാവസാനയ, ദ്വിപരാർദ്ധം വെയിറ്റ് ചെയ്യണം. 50 വർഷങ്ങളാണ് ബ്രഹ്മാവിന്റെ ആയുസ്. 50 വയസ്സ് 50 വയസ്സ് 100 വയസ്സാണ് ബ്രഹ്മാവിന്റെ ആയുസ് എന്ന് പറയുന്നത്. വളരെ നീണ്ട കാലയളവാണ്. നമ്മൾക്കറിയാം ബ്രഹ്മാവിന്റെ ഒരു പകൽ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പകൽ കഴിഞ്ഞു കിട്ടണമെങ്കിൽ 1000 ചതുർയുഗങ്ങൾ തീരണം. അപ്പോഴേ ഒരു പകൽ കഴിയും. അത്ര തന്നെ 1000 ചതുർയുഗങ്ങൾ കഴിയണം രാത്രിയും കഴിയാൻ. 2000 ചതുർയുഗങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ ബ്രഹ്മാവിന്റെ ഒരു ദിവസമാകുന്നുള്ളൂ. അത് ഗുണിക്കണം 360. അത് ഇൻറ്റു 360 ബ്രഹ്മാവിന്റെ ഒരു വർഷം. അത് ഇൻറ്റു 100 ബ്രഹ്മാവിന്റെ ഒരായുസ്. അത്രയ്ക്കും കാലം അവിടെ കാത്തിരിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അങ്ങനെ കാത്തിരുന്ന് ബ്രഹ്മാവ് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ആ ഭക്തന്മാർക്കും ബ്രഹ്മാവിന്റെ ഭക്തന്മാർക്കും ബ്രഹ്മാവിനോടൊപ്പം വൈകുണ്ഠ ലോകങ്ങളിലേക്ക് പ്രവേശനം ലഭിക്കുമെന്നാണ് പറയുന്നത്. ബ്രഹ്മാവിന്റെ ആയുസ് തീരുന്ന സമയത്ത് ഈ മുഴുവൻ ഭൗതിക ലോകം മഹത്തത്വത്തിൽ ലയിച്ചു ചേരുന്ന സമയത്ത് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്കാണ് പോകുന്നത് എന്ന് പറയും. അപ്പൊ ബ്രഹ്മാവിന് ആയുസ്സുണ്ട്. ബ്രഹ്മാവ് നമ്മളെ പോലെ ജീവാത്മാവാണ്. അദ്ദേഹം വളരെ ഭഗവാന്റെ വിശ്വസ്ത ഭക്തനായതുകൊണ്ട് ഈ സൃഷ്ടിയുടെ ചുമതല ബ്രഹ്മാവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സൃഷ്ടി കഴിഞ്ഞ് പ്രളയം വന്ന സമയത്ത് ബ്രഹ്മാവിന്റെ ആയുസ് തീരുന്ന സമയത്ത് ബ്രഹ്മാവ് ഭഗവാന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകും. ആ തിരിച്ചു പോകുന്ന സമയത്ത് ബ്രഹ്മാവിനോടൊപ്പം ഭഗവാന്റെ സേവകന്മാരും ബ്രഹ്മാവിന്റെ സേവകന്മാരും ഭഗവാന്റെ അടുത്തേക്ക് വൈകുണ്ഠ ലോകത്തിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ആ കാര്യം 9ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ബ്രഹ്മാവിന്റെ ആരാധന ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ആരാണ് ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരുന്നത്? പൂർണ്ണമായിട്ടും ഇന്ദ്രിയ നിയന്ത്രണം പാലിക്കുന്ന വ്യക്തികൾ. അവർ ചിലപ്പോൾ ഭക്തന്മാരായിരിക്കണമെന്നില്ല. ഭക്തന്മാരാണെങ്കിൽ അവർ നേരിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകുമായിരുന്നു. പക്ഷെ ഇന്ദ്രിയ നിയന്ത്രണം, തപസ്സാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്ന ആളുകൾ, പൂർണ്ണമായിട്ടും ഇന്ദ്രിയ നിയന്ത്രണം പാലിച്ചിട്ടുള്ള വ്യക്തികൾ, പ്രാണായാമം ചെയ്ത് ഇന്ദ്രിയ നിയന്ത്രണം പാലിച്ചിട്ടുള്ള വ്യക്തികൾ, ബ്രഹ്മചാരികൾ, പൂർണ്ണ ബ്രഹ്മചാരികളായിട്ടുള്ള വ്യക്തികൾ, ഇവരൊക്കെ ബ്രഹ്മാവിന്റെ അടുത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഭഗവാനെ പൂർണ്ണമായിട്ട് ആശ്രയിക്കാത്തത് കൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ബ്രഹ്മാവിന്റെ അടുത്തെത്തി ബ്രഹ്മാവിനെ സേവിച്ച് അവസാന കാലത്ത് ബ്രഹ്മാവിന്റെ ആയുസ് തീരുന്ന സമയത്താണ് അവർക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നു. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ജീവന്റെ ഗതികളെ കുറിച്ച് ഇവിടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. പ്രധാനമായിട്ടും ഇരുട്ടിന്റെ മാർഗവും വെളിച്ചത്തിന്റെ മാർഗവും, പ്രവൃത്തി മാർഗവും നിവൃത്തി മാർഗവുമാണ് ഇവിടെ ഭഗവാൻ വിവരിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത ശ്ലോകം നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം. അപ്പോൾ നമുക്ക് നാമം ജപിക്കാം. അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. हरे कृष्णा प्रभु जी. യെസ്, അനുത്തര മാതാജി ജപിച്ചോ. हरे कृष्ण. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर